ഹായ് ഫ്രണ്ട്സ്, ഒരുപാട് ആൾക്കാർ ഈ ഒരു ഫ്രോക്കിൻ്റെ ഓർഗൻസ ഫ്ലവർ ഫ്രോക്കിൻ്റെ മേക്കിംഗ് വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിഗ് സൈസിലുള്ള 4 ഫ്ലവേഴ്സ് വരുന്നൊരു ഫ്രോക്കാണിത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം നമുക്ക് ഓർഡേഴ്സ് വന്ന ടൈമിൽ എക്സൈറ്റ്മെൻ്റ് ഒക്കെ കൊണ്ട് നമുക്ക് മേക്കിംഗ് വീഡിയോ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റില്ല. സെക്കൻഡ് ഓർഡർ വന്നപ്പോൾ ഞാൻ മേക്കിംഗ് വീഡിയോ എടുത്തിട്ടുണ്ട്. നമുക്ക് വീഡിയോ കാണാം. ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് കേട്ടോ നമ്മൾ ഓർഡേഴ്സൊക്കെ ഡിസ്പാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇന്നൊരു ഡിസ്പാച്ചിങ് ഡേ ആയിരുന്നു. ആ ഒരു ടൈമിലാണ് നമുക്ക് ഓർഡേഴ്സ് ഈ ഒരു ഫ്ലവർ ഫ്രോക്കിൻ്റെ ഓർഡർ കൺഫേം ആയത്. ഒരുപാട് ഓർഡേഴ്സെങ്കിലും ഇല്ലെങ്കിലും ആ ഓർഡേഴ്സിൻ്റെതൊക്കെ നമ്മൾ ഒന്നിച്ചിട്ടാണ് ഫോട്ടോസ് എടുക്കുന്നതും വീഡിയോസ് ആക്കുന്നതും പാക്ക് ചെയ്യുന്നതൊക്കെ ഒരു ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഇന്നത്തെ പാക്കിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ഇതാണ് കേട്ടോ. ഫോട്ടോസ് എടുക്കാനുള്ള ആക്സസറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ പാക്കിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഓർഡർ കൺഫേം ആയപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. എല്ലാം വാരിക്കൂട്ടിയാടെ എടുത്ത് വേഗം മെറ്റീരിയൽ വാങ്ങാനുള്ള പോകാൻ തയ്യാറാണ്. അപ്പോൾ ഈ ഒരു ഫ്രോക്കാണ് കേട്ടോ. ഈ ഒരു ഫ്രോക്കാണ് നമുക്ക് റെഫറൻസ് പിക്കായിട്ട് കസ്റ്റമർ തന്നിട്ടുണ്ടായത്. പിന്നെ ഗ്രീൻ്റെ ഷെയ്ഡും പിന്നെ അതിൽ വൈറ്റ് ഷെയ്ഡും അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ എന്തായാലും എല്ലാം വാരിക്കെട്ടി പിന്നെ പാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ ഫാബ്രിക്സും കൂടെ വാങ്ങാൻ പോയിട്ട് എന്തായാലും പിന്നെ വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു. ഡിസ്പാച്ചിങ്ങിൻ്റെ ഡേ തന്നെയാണ് നമ്മൾ ഫാബ്രിക്സൊക്കെ പർച്ചേസ് ചെയ്യുന്നത്. പിന്നെ വേറെ ഡേയ്സിലെല്ലാം ചെയ്യുമ്പോൾ നമുക്കെല്ലാം ആവില്ലല്ലോ. അപ്പോൾ മെറ്റീരിയൽസൊക്കെ വാങ്ങാനുള്ളതും അന്ന് തന്നെ മെറ്റീരിയൽസ് വാങ്ങി. പിന്നെ ആദ്യത്തെ ഷോപ്പിൽ ഈ ഒരു ഷെയ്ഡ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ രണ്ടാമത് വേറെ ഷോപ്പിലൊക്കെ നടന്ന് അങ്ങനെ ഓരോ ഷെയ്ഡ്സും ഓരോ ഷോപ്പിൽ നിന്നാണ് കേട്ടോ നമ്മൾ വാങ്ങിയത്. അതിൻ്റെ ഇടയിൽ കസ്റ്റമറിനായിട്ട് നമ്മൾ വീഡിയോ കോളൊക്കെ ചെയ്തിട്ടാണ് കൺഫേം ചെയ്തിട്ടുണ്ടായത് മെറ്റീരിയൽസ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയുള്ള ഫാബ്രിക്സൊക്കെ എടുത്തു. അപ്പോൾ ഇതാണ് കേട്ടോ ഗ്രീൻ്റെ ഷെയ്ഡ്, ഇങ്ങനെ 2 ഷെയ്ഡും പിന്നെ ഓഫ് വൈറ്റ് ആ ഒരു ഷെയ്ഡാണ് നമ്മൾ ഫാബ്രിക്സ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ ഫ്ലവേഴ്സ് ആക്കാനുള്ള അളവ് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ, എത്ര സൈസിൽ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് 7 ഇഞ്ചസിൻ്റെ ഫ്ലവേഴ്സ് ആ ഒരു വിഡ്ത്തിൽ, അതായത് ഫോൾഡ് ചെയ്തിട്ട് 7 ഇഞ്ചാണ് കേട്ടോ. 14 ഇഞ്ചസ് ലെങ്ത്ത് വരുന്ന ഫാബ്രിക് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഫ്രിൽ ചെയ്തിട്ട് ഫ്രോക്ക് ആക്കി നോക്കി, ഫ്ലവേഴ്സ് ആക്കി നോക്കി. പക്ഷെ അത് ഇതായിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ 7 ഇഞ്ചസിൻ്റെ മാറ്റി 5 ഇഞ്ചസിൻ്റെതാക്കി. നമ്മൾ 4 ഫ്ലവേഴ്സും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ 4 ഫ്ലവേഴ്സും സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായത്. അപ്പം ആദ്യമൊന്ന് മാർക്ക് ചെയ്തിട്ട് അത് നമ്മൾ ഇതുപോലെ ഒന്ന് ഫ്ലവേഴ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കാണുമ്പോൾ ഭയങ്കര ഈസി ആയിരിക്കും, പക്ഷേ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഫ്ലവേഴ്സ് ഇങ്ങനെ റെഡി ആക്കി എടുത്തിട്ടില്ല. കാരണം ഓരോ പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് വരുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നമ്മളതൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 പീസ് ലൈനിങ്ങിൻ്റെ മുകളിൽ നമ്മൾ ചെയ്തു. പിന്നെ സെക്കൻഡ് ലൈനിങ് വെച്ചിട്ടുണ്ടായി. സെക്കൻഡ് ലൈനിങ് സത്യം പറഞ്ഞാൽ ഫാബ്രിക്സ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിട്ട് എത്ര ഫാബ്രിക്സ് ഇനി യൂസ് ചെയ്യുന്നുള്ളതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം വാങ്ങിയിട്ടുണ്ടായത് ഡാർക്ക് ഷെയ്ഡ് വരുന്നത് 5 മീറ്ററും 3 മീറ്റർ 2 മീറ്റർ അങ്ങനെ വെച്ചിട്ടാണ് വാങ്ങിയിട്ട്. പക്ഷേ ഒരു ഫ്ലവർ ആക്കുമ്പോൾ തന്നെ ഫാബ്രിക്സ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. പിന്നെ രണ്ടാമത് ഞാൻ വാങ്ങി സത്യം പറഞ്ഞാൽ ഒരു 15 മീറ്ററോളം ഫസ്റ്റ് ഫാബ്രിക് ഡാർക്ക് ഷെയ്ഡും പിന്നെ ഒരു 8 മീറ്ററോളം ലൈറ്റ് ഷെയ്ഡും 6 മീറ്ററോളം വൈറ്റ് ഷെയ്ഡും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫാബ്രിക്. അപ്പം കാണാൻ ചെയ്ത് കഴിയുമ്പോൾ ഇത്രയേ ഉള്ളൂ, പക്ഷേ ഒരുപാട് ഫാബ്രിക്സ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നാളെ വലിയ സൈസിലാണല്ലോ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ സെക്കൻഡ് ലൈനിങ് വെച്ചിട്ട് ഓരോ സെറ്റും ഇതുപോലെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം സ്റ്റിച്ചസ് ഒന്നും കാണാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. നമ്മൾ ഫ്ലവറിൻ്റെ ആ ഷേപ്പിലേക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനെ. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ചെയ്തതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത്. ഇതിൽ നമ്മൾ ഷേപ്പ് ഓരോ ഫ്ലവറിൻ്റെ ഷേപ്പ്, കാരണം 3 ആൾക്കാരായിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ 4 ഫ്ലവറും 4 ഷേപ്പിലായിരുന്നു വന്നിട്ടുണ്ടായത്. പിന്നെ നമ്മൾ എല്ലാ ഫ്ലവേഴ്സും ജോയിൻ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ. ഇതൊക്കെ നെറ്റിൽ എടുത്തിട്ടുണ്ടായ വീഡിയോ ആണ്. ഇത് ഫസ്റ്റ് ഫ്രോക്ക് ചെയ്ത ടൈമിലുള്ള വീഡിയോ ആണ് ഇതൊക്കെ. അപ്പോൾ ഇത് 4ഉം ജോയിൻ ചെയ്ത് പോകുമ്പം നമ്മൾ ആ ഒരു ഫ്ലവേഴ്സ് മാക്സിമം ഇൻസൈഡ് ആക്കുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ആസ് യൂഷ്വൽ നമ്മൾ പറയുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഓരോ ഫാബ്രിക്സും വളരെ കെയർഫുള്ളി നമ്മൾ ചെയ്യുക, കാരണം ഫ്ലവേഴ്സിൻ്റെ ഷേപ്പ് മാറാതിരിക്കാൻ നോക്കാം. ഞാനിത് നീറ്റായി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അവസ്ഥ. ഫ്ലവേഴ്സൊക്കെ റെഡിയായി. അപ്പോൾ 2 ഫ്രോക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് അതാണ് ഫസ്റ്റ് കസ്റ്റമറിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡ് ഒരു നമ്മളെ സ്ട്രക്ചേർഡ് വരുന്നൊരു ഫ്രോക്കും ഇതും രണ്ടും ഒരു കസ്റ്റമറിൻ്റെ തന്നെയാണ് കേട്ടോ. അപ്പം ഇത് 4 ഇങ്ങനെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം അൽഹംദുലില്ലാഹ് വിചാരിച്ച പോലെ ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരു വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്താണ്. സത്യം പറഞ്ഞാൽ ലൈനിങ് രണ്ടാമത്തെ ലൈനിങ് കൊടുത്തത് ഫാബ്രിക് തികയാത്തതുകൊണ്ട് പിന്നെ രാത്രി പോകാനും പറ്റില്ലല്ലോ. അങ്ങനെ 2-3 ഷെയ്ഡ്സൊക്കെയാണ് വന്നിട്ടുള്ളത് ഇൻസൈഡ് ലൈനിങ് വരുന്നത്.
പിന്നെ സെക്കൻഡ് ഒരു ലൈനിങ് കൂടെ വരും, പിന്നെ കോട്ടൺ ഫാബ്രിക്, കനകൻ ഫാബ്രിക് അങ്ങനെയൊക്കെയുള്ള ഒരു ലെയറും കൂടെ വരുന്നതുകൊണ്ട് അത് വലിയൊരു ഇഷ്യൂ ആവില്ല എന്ന് വിചാരിച്ചു. പിന്നെ ഇനി നമുക്ക് ഈ ഒരു സ്റ്റിച്ച് വരുന്നിടത്തൊക്കെ കവർ ചെയ്തിട്ട് സ്റ്റിച്ച് എടുക്കണം. അപ്പോൾ ഈ പൈപ്പിംഗ് കൊടുക്കുന്ന പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ഞാൻ എൻ്റെ സ്റ്റാഫിനും കൂടെ ഫൈനൽ ലുക്ക് രാത്രി കൊന്നൊരു 3 മണിയായിട്ട് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിയുമ്പോഴേക്കും. അപ്പോൾ അത് ഫോട്ടോസൊക്കെ അയച്ചെടുത്ത് ആയിരിക്കും രാവിലെ എനിക്കും ഒരു ഹാപ്പി കിട്ടുമെന്ന് വെച്ചു. പിന്നെ ബോഡി പാർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ബോഡി പാർട്ട് സ്ലീവ് ഞാൻ ഫസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ബോഡി പാർട്ട് നമുക്കിത് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ, അതായത് നമ്മൾ സ്ലീവൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. പിന്നെ കോട്ടൺ ഫാബ്രിക്, പിന്നെ ഓർഗൻസിന് കേട്ടോ മെയിൻ ഫാബ്രിക്, അതിനിടയ്ക്ക് സാറ്റിൻ, പിന്നെ ട്രിപ്പിൾ ലൈനിങ് വരുന്നത് കോട്ടൺ ലൈനിങ്. അപ്പം കോട്ടൺ ലൈനിങ് നമ്മൾ നെക്ക് ലൈനിലൊക്കെ കൊടുത്തിട്ട് നെക്ക് നമ്മൾ ഇതുപോലെ ഇൻസൈഡ് നമ്മൾ ആ കോട്ടൺ ഫാബ്രിക്കിൽ സ്റ്റിച്ച് കൊടുക്കും. ആ ഒരു ഇൻസൈഡ് വരുന്ന ഫാബ്രിക്സ് ഉണ്ടല്ലോ അതൊക്കെ ഈ ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് അതിന് മുകളിലായിട്ട് സ്റ്റിച്ച് കൊടുത്തിട്ട് അങ്ങനെയാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അപ്പം പിന്നെ ഞാൻ ഡെമ്മിൽ നമ്മളൊരു ഫ്രോക്ക് ഉണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ അതിന് മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് അതെങ്ങനെയാണ് കറക്റ്റ് ഷേപ്പിലൊക്കെ വരുന്നുണ്ടോ, നമുക്കിങ്ങനെ സന്തോഷം കൊണ്ടിരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവില്ല. അങ്ങനെയുള്ളൊരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇതൊക്കെ തന്നെ ഇങ്ങനെ കണ്ട് ആസ്വദിക്കുക. നമ്മൾ ചെയ്യുന്നവർക്ക് നമ്മൾ തന്നെ കണ്ട് ആസ്വദിക്കാമെന്നില്ല അതുപോലെ. പക്ഷേ നമ്മൾ ബോഡി പാർട്ടും കൂടെ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് പണിയിട്ടത്. ബോഡിയിൽ ഞാൻ ബോഡി പാർട്ടിൽ മാത്രമാണ് സിബ് കൊടുത്തത്, ഫുൾ സിബ് കൊടുത്തിട്ടില്ല. കാരണം ഇതന്നെ എങ്ങനെയോ സ്റ്റിച്ച് ചെയ്തെടുത്ത അവസ്ഥയാണ്. ഫസ്റ്റ് ടൈം ചെയ്യുന്നില്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ബോഡി പാർട്ടും ബോട്ടം പാർട്ടും കൂടി സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിലാണ് കുറച്ച് ഫാബ്രിക്സ് നമ്മൾ അളവെന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയെന്ന് തോന്നുന്നു. കുറച്ച് ഫാബ്രിക്സ് നമ്മളിപ്പോൾ ഇങ്ങനെ അടിച്ച് വന്നപ്പോൾ കുറച്ച് ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു. തെറ്റിയാണ് ഇങ്ങനെ കണക്കൂട്ടൽ എവിടെയാണ് തെറ്റിയെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ എന്തായാലും കുറച്ചൊന്ന് അവിടെ നിന്ന് ഫ്രില്ലിട്ട് കൊടുക്കാമെന്ന് വെച്ചു. പക്ഷേ ഞാൻ ഫ്ലവേഴ്സൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തപ്പോൾ സെക്കൻഡ് ലൈനിങ് കുറച്ച് പുറത്തേക്ക് വന്നതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ കറക്റ്റ് ഫാബ്രിക്സ് കറക്റ്റ് തന്നെയാണ് ഉണ്ടായത്. അപ്പം കണക്കൂട്ടൽ തെറ്റിയിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പോൾ അതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇൻസൈഡ് ബോഡി പാർട്ടൊക്കെ ഫുള്ളി കവർ ചെയ്യുന്ന രീതിയിൽ സ്ലീവ് ആയാലും ചെസ്റ്റ് പാർട്ടായാലും ഒക്കെ നമ്മൾ ആ രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് ലൈനിങ്ങും അതുപോലെ തന്നെ കോട്ടൺ ഫാബ്രിക്സൊക്കെ സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഒരു ഭാഗം എന്താണ് ഞാൻ പറഞ്ഞില്ലേ, പൈപ്പിംഗ് പോലെ നമ്മൾ ഓരോ ഈ ഒരു ഫാബ്രിക് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് കേട്ടോ. അത് ഫാബ്രിക്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഈ സ്റ്റിച്ച്, അതായത് ബോഡി പാർട്ടും ബോട്ടം പാർട്ടും സ്റ്റിച്ച് ചെയ്ത് ആ ഒരു പോർഷനിൽ അതൊന്ന് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. പിന്നെ അത് ലൈനിങ് കൂടെ കൊടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ രാവിലെ സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വീണ്ടും ഡെമ്മിയിലിട്ട് വീണ്ടും നോക്കാനുണ്ടോ എങ്ങനെയാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോഴോ മനസ്സിലായത് കുറച്ച് അതിൻ്റെ ഫ്ലവർ കുറച്ച് അങ്ങോട്ടോക്ക് മാറിപ്പോയ പോലെ ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചു. സത്യം പറഞ്ഞാൽ ഉറക്കം വന്നിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ രാവിലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനിടയിൽ നമുക്ക് നമ്മളെ ഹാൻഡ് വർക്കിൻ്റെ ഒരു പോർഷൻ കൂടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ബോഡിയിൽ ഗം ചെയ്തിട്ടൊന്ന് അവിടെ സ്റ്റിച്ച് ചെയ്ത് വെക്കാം. അങ്ങനെ രാവിലെ നമുക്കതൊന്ന് സെറ്റായി കഴിഞ്ഞാൽ ഹാൻഡ് സ്റ്റിച്ച് കൊടുത്താൽ മതിയല്ലോ. ഞാൻ ആ രീതിയിലാണ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് സെൻറ്ററിലൊന്ന് നമ്മൾ ബീച്ച് 7000 വെച്ചിട്ടൊന്ന് ഗം ചെയ്തതിന് ശേഷം സൈഡിലൊക്കെ നമ്മൾ ഹാൻഡ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കും. ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പം ഈ ഗ്ലൂ ഗണ്ണ് അല്ലെങ്കിൽ ഈ ഗമ്മൊക്കെ വെച്ചിട്ട് മാത്രം ഒട്ടിച്ചാൽ എന്തായാലും നമുക്ക് അതിൻ്റെ ഒരു ലൈഫ് ഉണ്ടാവില്ല, വേഗം പൊട്ടിപ്പോകില്ല, അല്ലെങ്കിൽ വേഗം പറഞ്ഞു വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഹാൻഡ് സ്റ്റിച്ച് എന്തായാലും കൊടുക്കണം. ഇത് നമ്മൾ സ്റ്റാഫിൻ്റെ ഒരു ദിവസത്തെ പണിയാണ് കേട്ടോ ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ വരച്ചു കൊടുത്ത് ഷേപ്പ് കുറച്ച് മാറിപ്പോയതുകൊണ്ട് കുറച്ചൊരു ഷേപ്പ് കുറച്ച് വലുതായി പോയാൽ തോന്നുന്നുണ്ട് ഇപ്പം നോക്കിയപ്പോൾ. അപ്പോൾ എന്തായാലും ഞാനുണ്ടോ വരച്ചെടുത്തത്. അപ്പം നല്ല ഭംഗിയിൽ തന്നെ ആൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അത് നമ്മൾ അതിൻ്റെ അടിയിൽ ക്യാൻവാസ് പേപ്പറും കൂടെ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് കൂടെ വെക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബോഡിയിലൊക്കെ സ്കാറ്റേർഡ് ആയിട്ട് വർക്കും കൂടെ കൊടുക്കാനുണ്ടല്ലോ. അപ്പോൾ ഇത് ഞാനൊന്ന് എവിടെയാണ് എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പം ഒന്ന് ഗം ചെയ്തിട്ട് അവിടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണ് രാവിലെ നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അത് റീലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ എടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരുപാട് നമ്മൾ റീടേക്കൊക്കെ ചെയ്തിട്ട് ആണ് റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലേ. അപ്പം ഞാൻ അങ്ങനെയുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വെച്ചിട്ടൊക്കെ വീഡിയോ എടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത്രയൊന്നും ആവശ്യമില്ല നമുക്ക്.
ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഗമ്മിയേ വേണ്ടു. സത്യം പറഞ്ഞാൽ ഈ ഒരു ഫ്രോക്ക് നമ്മൾ ചെയ്ത ടൈമിൽ നമുക്ക് ഒരുപാട് റീച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ ന്യൂ ആയിട്ടുള്ള ഫോളോവേഴ്സിലേക്കും ന്യൂ ആയിട്ടുള്ള കസ്റ്റമേഴ്സിലേക്കും നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് നല്ല ഓർഡേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ഫ്രോക്കൊക്കെ ചെയ്ത ടൈമിൽ. അപ്പം മാച്ചിങ് ആയിട്ടുള്ള ഒരു ഹെയർ ആക്സസറീസ് ഉണ്ട്. ആ ഓർഗൻസ ഫാബ്രിക്കിൽ നിന്ന് നമ്മൾ അതിൻ്റെ കൂടെ പെയർ എഴുതി കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മൾ സ്കാറ്റേർഡ് ആയിട്ട് സ്ലീവിനും ബോഡിയിലൊക്കെ അതിൻ്റെ പേൾ വർക്കും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.